ബിഗ് ബോസ് മലയാളം സീസൺ 7 ബിഗ് ബോസ് വീടിനകത്തേക്ക് ഓരോരുത്തരായിട്ട് തിരിച്ചു വന്നല്ലോ. എന്നാൽ വന്നവരൊക്കെ ഒരു സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ആദ്യം വന്ന സമയത്ത് ചെയ്യാൻ കഴിയാതെ പോയ പലതും അവർ ഇപ്പോഴും ചെയ്യാൻ നോക്കുന്നുണ്ട്. അതായത് ഇവിടെ നമ്മുടെ ബിൻസിയും മസ്താനിയും നേരത്തെ തന്നെ പോയതാണല്ലോ. അതിനുശേഷം മസ്താനി ഇന്റർവ്യൂലൊക്കെ സജീവമായി അതിനിടയ്ക്ക് ബിൻസിയുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങളൊക്കെ നടത്തിയെന്ന് അതിനെതിരെ മസ്താനിക്കെതിരായിട്ട് ബിൻസി റിപ്പോർട്ട് അടിക്കുകയും പിന്നീട് വീഡിയോ ഡിലീറ്റ് ആക്കി ചെയ്യുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം പുറത്ത് നടന്നതാണ്. എന്നാൽ അതിന്റെ ഭാഗമായിട്ട് മസ്താനി ബിൻസിയുടെ അടുത്ത് വന്നിട്ട് എല്ലാം പറഞ്ഞു പരിഹരിക്കാനായിട്ട് വരുന്നുണ്ട്. അതൊരു സ്ക്രീൻ സ്പേസിന് വേണ്ടി തന്നെയാണ് അവിടേക്ക് അങ്ങനെ ഒരു കാര്യം വന്നിരിക്കുന്നത്. എന്നാൽ അവിടെ വെച്ചിട്ട് വൻ പൊട്ടിത്തെറി തന്നെയാണ് അവിടെ ബിൻസിയും മസ്താനിയും തമ്മിൽ ഉണ്ടായിരുന്നത്. അതിലെ നീ ഇവിടെ നിന്ന് എങ്ങനെയാണ് പോയതെന്ന് നമ്മളെല്ലാം കണ്ടതാണെന്ന് ബിൻസി പറയുന്നുണ്ട്. അപ്പോഴേ മസ്താനിയും വിട്ടുകൊടുക്കുന്നില്ല. നീ ചാച്ചന്റെ ഓട്ടോയിലല്ലേ കയറി പോയതെന്ന് മസ്താനിയും പറയുന്നുണ്ട്. അന്നേരം ബിൻസി പറയുന്നുണ്ട് എനിക്ക് പറയാൻ ഒരു തന്തയെങ്കിലും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിനെ ഇവിടെ ബിൻസി ഉദ്ദേശിച്ചത് എന്താണെന്ന് ഇനി പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പിന്നെ പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ രണ്ട് കാലും തല്ലൊടിക്കുമായിരുന്നു. അതുപോലെ നിന്റെ പുറത്തെ കഥകളൊക്കെ നാട്ടുകാർക്കൊക്കെ അറിയാം. അല്ലാതെ പേര് മാറ്റിയിട്ട് പുട്ടിയൊക്കെ ഇട്ട് നടന്നാല് പഴയതൊന്നും ആരും മറക്കത്തില്ല. എന്തൊരു വഴക്കാന്നറിയോ. ഇവിടെ രണ്ടുപേരും വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ പരസ്പരം ഫാമിലിയൊക്കെ കൊച്ചാകുന്ന രീതിയിലേക്കൊക്കെയാണ് ഇവരുടെ സംസാരം പോകുന്നത്. ഒരു സ്റ്റാൻഡേർഡും ഇല്ലാതെ തന്നെ ചന്ത പെണ്ണുങ്ങളെ പോലെ സംസാരിക്കുവാണ്. അതും ഒരു സ്ക്രീൻ സ്പേസിന് വേണ്ടി മാത്രം. ഇത്രയും വലിയൊരു ഷോയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഇച്ചിരി ഉളുപ്പെങ്കിലും വേണം കേട്ടോ. ഈ വക സാധനങ്ങളൊക്കെ അതില്ല. എന്നിട്ടാണ് ഇന്നലെ അനുമോളെ എടുത്തിട്ട് കൊട്ടുന്നുണ്ടായത്. അനുമോള് മറ്റുള്ളവരുടെ ലൈഫ് വെച്ച് കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറയാലോ അനുമോള് ഇതുവരെയും ഇവരെ പോലെ ഇങ്ങനെയൊന്നും സംസാരിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ലേ. അനുമോളുടെ ഭാഗത്തോട് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. എന്നാൽ ഇങ്ങനെ തനി ചന്തപ്പെണ്ണുങ്ങളെ പോലെയൊന്നും നമ്മുടെ അനുമോൾ ആയിട്ടില്ല കേട്ടോ. എല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാകും എന്ന് കരുതി അതെല്ലാം ഇങ്ങനെ ഒരു വേദിയിൽ വന്നിട്ട് എടുത്തിട്ട് അലക്കുമ്പോൾ അവര് മനസ്സിലാക്കുന്നില്ല അവിടെ ശരിക്കും അവര് തന്നെയാണ് താഴ്ന്നു പോകുന്നത് എന്ന്. ഇതൊരു ഗെയിം ഷോയാണ്. ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു ക്യാരക്ടർ പിടിച്ചിട്ട് അങ്ങ് സർവൈവ് ചെയ്ത് പോകുന്നവർ തന്നെയാണ് ഇതിൽ വിജയിക്കുന്നതും. അല്ലാതെ വെറും കച്ചറകളായിട്ട് ഇവിടെ നിന്നിട്ട് ഓഡിയൻസിന് ഈ ഒരു ഷോയോടുള്ള മതിപ്പ് പോലും കളയുന്നവരുണ്ടല്ലോ. അതിനല്ല ബിഗ് ബോസ് ഇവരെയൊന്നും സെലക്ട് ചെയ്തിട്ട് ഇവിടത്തേക്ക് കൊണ്ടുവരുന്നത്. ഇതിനെയൊക്കെ വെച്ച് നോക്കുമ്പോഴേ നമ്മുടെ അനീഷ്, അനുമോള്, ഷാനവാസ്, അക്ബർ, ആദില, നൂറ ഇവർക്ക് എത്രയോ നന്നായിട്ടാണ് ഇവിടെ ഗെയിം കളിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ഫൈനൽ ആയപ്പോഴേക്കും ഇതിനെയൊക്കെ തിരിച്ച് കൊണ്ടുവന്നത് തന്നെ ബിഗ് ബോസിന്റെ തെറ്റായി പോയി കേട്ടോ. മഹാ കച്ചറകള്.